വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിനോടൊപ്പം ഇത് തെയ്യാട്ടക്കാലം കൂടിയാണ്. വടക്കേ മലബാറിലെ പ്രമുഖ തെയ്യക്കോലധാരിയായ സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ ക്ഷേത്രങ്ങളിലെ തെയ്യത്തിരക്കുകൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയും തിരക്കിലാണ്. കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ CPM സ്ഥാനാർത്ഥി കൂടിയാണ് PV സുരേഷ് ബാബു. ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന LDF സ്ഥാനാർത്ഥിയായ കോലധാരി തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ജനങ്ങളുടെ അനുഗ്രഹം കൂടി തേടുകയാണ്. തെയ്യം കിട്ടുന്നിടത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ കാര്യമെന്നല്ലേ? കാര്യമുണ്ട്. നീലേശ്വരം നഗരസഭയിൽ പ്രശസ്ത തെയ്യം കലാകാരൻ സ്ഥാനാർത്ഥിയാണ്. അഞ്ഞൂറ്റാൻ P സുരേഷ് ബാബുവാണ് സ്ഥാനാർത്ഥി. LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. എന്തായാലും അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണയും വീണ്ടും അംഗത്തിനിറങ്ങിയിരിക്കുകയാണ്. നേരത്തെ നീലേശ്വരം നഗരസഭയിൽ തന്നെ 5 വർഷം ജനപ്രതിയായിരുന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കാലം? നീലേശ്വരം നഗരസഭയിൽ മുമ്പ് ഞാൻ 2 തവണ ജനപ്രതിനിധിയായി ജയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയായി എന്നെ LDF നിർത്തുകയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പും പിന്നെ തെയ്യവുമായി കൂട്ടിക്കലർത്തുന്ന പ്രശ്നം ഇല്ല. തെയ്യം നമ്മളെ പാരമ്പര്യമായിട്ട് അനുഷ്ഠാന കർമ്മസങ്കല്പ കലയായി നമ്മൾ ഇതുവരെ 63 വയസ്സിനുള്ളിൽ 50 വർഷം സജീവമായി തെയ്യം രംഗത്തുണ്ട്. തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ എൻ്റെ മൗലികാവകാശമാണ്. അത് എൻ്റെ പാർട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയായി എന്നെ നിയമിക്കുകയും ഞാൻ അതിനായി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ക്ഷേമ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ നല്ല കാര്യങ്ങളിൽ ഇടപെടാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകാല പരിചയം വെച്ച് ഇപ്പോഴും രണ്ടാമതും ഇതിനായി തുനിഞ്ഞിറങ്ങിയിട്ടുള്ളതാണ്. ഈ ജനപ്രതിനിധിയും അതുപോലെ തന്നെ തെയ്യം ഇതിലൊരു സാമ്യമുണ്ട്. രണ്ടും ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ തെയ്യം ആയാലും അതുപോലെ തന്നെ ജനപ്രതിനിധി ആയാലും ജോലി ചെയ്യേണ്ടത്. അതിനെങ്ങനെയാണ് കാണുന്നത്? തെയ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ അനുഗ്രഹങ്ങളും അവരുടെ പ്രശ്നങ്ങളും എല്ലാം തീർക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഒരു ജനപ്രതി എന്ന രീതിയിൽ ജനങ്ങളെ പ്രശ്നങ്ങളിൽ ന്യായമായ രീതിയിൽ അവർക്ക് നല്ലത് വരാതെ തെയ്യം പറയും പോലെ ഗുണം വരണം എന്ന് പറയും പോലെ ജനങ്ങൾക്ക് ഗുണം വരുത്താനാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് കള്ളത്തരണമില്ലാതെ സത്യസന്ധമായി കിട്ടുന്ന ഫണ്ട് പ്രതിപക്ഷം ജനപക്ഷം എന്നുള്ള രീതിയിലല്ലാതെ സമ്പൂർണ്ണമായി വാർഡിൽ എല്ലാവർക്കും നീതീകരിച്ച രീതിയിൽ ചെലവഴിച്ച് അവരെ സന്തോഷത്തിൽ പങ്കുവെക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ മലബാർ നമ്മളെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തെയ്യാട്ടം സീസണാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്ക്, തെയ്യത്തിൻ്റെ ഒരു തിരക്ക്, രണ്ടും എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ നമ്മളുള്ളത് ഒരു നാഗച്ചേരി എന്ന് പറയുന്ന തെയ്യം ഉത്സവം നടക്കുന്ന ഒരു സ്ഥലത്താണ്. ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? രണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രഭാതം രാവിലെ 8 മണി മുതൽ ഞാനൊരു 12 മണി മുതൽ ജനങ്ങളെ കണ്ടു. അപ്പോൾ ഏകദേശം ഇനി 2 മണിക്ക് ശേഷമാണ് നമ്മളെ തെയ്യത്തിൻ്റെ പുറപ്പാടും കാര്യങ്ങളും. അതിന് ശേഷം ഇവിടെ വന്നു ഇത് സജീവമാകും. അപ്പോൾ എല്ലാ രീതിയിലും ഇപ്പോൾ ഈ തെയ്യത്തിൻ്റെ തിരക്കുണ്ടാകുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ സഹായിക്കാനുള്ളത് കുറച്ച് ആശ്വാസമുണ്ട്. മുമ്പ് ഞാൻ തന്നെയായിരുന്നു പ്രചരണം കഴിഞ്ഞതിന് ശേഷം വന്ന് തെയ്യം കെട്ടലും. ഇപ്പോൾ കുറച്ച് ആശ്വാസം ഉള്ളതുകൊണ്ട് അതിന് സമയം കെട്ടലും ഇതിന് സമയം കണ്ടെത്തും. ഒരുപാട് തെയ്യം കെട്ടിയിട്ടുണ്ട്, പെരുങ്കളിയാട്ടത്തിന് ഉൾപ്പെടെ കെട്ടിയിട്ടുണ്ട്. എത്ര തെയ്യക്കോളങ്ങൾ ഇപ്പോൾ കെട്ടാൻ സാധിച്ചു? പ്രധാനപ്പെട്ട തെയ്യം കെട്ടിയതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ 14 പെരുങ്കളിയാട്ടത്തോളം പ്രധാന കോലം അണിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാവലി, അതുപോലെ പ്രധാന ദൈവകോലം ഭഗവതി തെയ്യങ്ങളാണ്. പിന്നെ മുച്ചിലോട്ട് ഭഗവതി, തിരുവറകാട്ട് ഭഗവതി, അങ്ങനെ കാപ്പാട്ട് ഭഗവതി, നെല്ലിക്കാൽ ഭഗവതി, അങ്ങനെ നിരവധി പേരുകളിലെല്ലാം കോലസ്വരൂപത്തിങ്കത്തായി സങ്കല്പിച്ചിട്ടുള്ള ആൺദൈവങ്ങൾ അപൂർവമാണ്. പൂമാരൻ തെയ്യം, തുളിവീരൻ തെയ്യം, അങ്ങനത്തെ ആൺദൈവങ്ങൾ, പെൺദൈവങ്ങളാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ ഈ ജീവിതത്തിൽ ഏകദേശം ഒരു 3000-ൽ കൂടുതൽ തെയ്യങ്ങൾ ഞാൻ ഈ വയസ്സിനുള്ളിൽ കെട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് തെയ്യം കലാകാരന്മാർ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരാൾ വോട്ട് ചോദിച്ച് വീടുകളിലൊക്കെ പോകുമ്പോൾ അവരുടെ പ്രതികരണം, അവരുടെ എങ്ങനെയാണ് അവർ കാണുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പോൾ ഈ 3 ടേം മത്സരിക്കുമ്പം ജനങ്ങൾക്ക് എന്നെ പറയാതെ 500 ബാബുവാന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കുട്ടികളടക്കം നമ്മളെ ക്ഷേത്രമുറ്റത്ത് കണ്ട് പരിചയമുള്ളൊരു മുഖമാണ്. അതുകൊണ്ട് അത് കുറച്ചും കൂടി എന്നെ സ്വാധീനിക്കുന്നു. വോട്ടിനെ സ്വാധീനിക്കുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്നാലും ജനങ്ങളൊരു സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ മത്സരിക്കുന്ന വാർഡ് UDFിൻ്റെ ആണ്. എങ്ങനെയാണ് ഈ തവണ നമുക്ക് കിട്ടുമോ? LDFിന് പിടിച്ചെടുക്കാൻ പറ്റുമോ? മുമ്പ് നമ്മൾ LDF ജയിച്ചുകൊണ്ടിരുന്ന വാർഡാണ്. കഴിഞ്ഞ 2 ടേമായിട്ട് ഒരു 10 വർഷമായി UDF ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്നെ പാർട്ടി നിർത്തിയിട്ടുള്ളത്. കുറച്ചും കൂടി സ്വാധീനിച്ചുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ ഏകദേശം ഒരു കാഴ്ചപ്പാട്. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെന്നാണ് തെയ്യം കലാകാരന്മാർ അറിയപ്പെടൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യം ഇദ്ദേഹത്തിനില്ല. എന്തായാലും
അത് നീലേശ്വരം നഗരസഭ ഇടതിൻ്റെ കുത്തകയാണ്, ഇടതിൻ്റെ ഉരുക്ക് കോട്ട എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ അഞ്ഞൂറ്റാൻ സുരേഷ് ബാബുവും മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.